ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. സ്വതന്ത്രമായിട്ടുള്ള ജീവിതത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്നവരും അസാമാന്യമായിട്ടുള്ള ബുദ്ധികൂർമ്മതയുള്ളവരും വ്യക്തിബന്ധങ്ങൾക്കും സുഹൃത്ത് ബന്ധങ്ങൾക്കും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരായിട്ടുള്ള ഈ പൂയം നക്ഷത്രക്കാരിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ജൂൺ മാസത്തിൽ. അഷ്ടമഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യം കാണുന്നത് കൊണ്ടും രോഗസ്ഥാനാധിപനായിരിക്കുന്ന വ്യാഴത്തിന് ദുരിതഭാവസ്ഥിതി വരുന്നത് കൊണ്ടും ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ വളരെയധികം ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിനൊക്കെ ക്ഷീണാവസ്ഥകളും ടെൻഷനും മറ്റും തോന്നുമെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് ചെയ്തു തീർക്കേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളിലും മുടക്കം വരാതെ അലസത വരാതെ നോക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ശ്രദ്ധയും വിട്ടുവീഴ്ച മനോഭാവവും ദീർഘവീക്ഷണവും കൂടുതലും നല്ലതാണ്. തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമ്മസ്ഥാനത്ത് ശയനകളത്രകാരകനായിരിക്കുന്ന ശുക്രൻ്റെ സാന്നിധ്യമുണ്ടെങ്കിലും കർമാധിപതിയായിരിക്കുന്ന ചൊവ്വ ജൂൺ മാസം 6-ാം തീയതി മുതൽ കേതുവുമായിട്ട് യോഗം ചെയ്യുന്നതും ഭാഗ്യാധിപനായിരിക്കുന്ന വ്യാഴത്തിന് ദുരിതഭാവസ്ഥിതി വരുന്നതും രാഹുവിന് അഷ്ടമഭാവസ്ഥിതി വരുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് കാര്യങ്ങളെ എല്ലാം തന്നെ നോക്കി കണ്ട് പ്രവർത്തിക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ്. ചില സമയങ്ങളിലാണെങ്കിൽ കർമ്മസംബന്ധമായിട്ടുണ്ടാകുന്നതായ മാനസികമായിട്ടുള്ള പിരിമുറുക്കം കർമ്മ മേഖലയെ ബാധിക്കാതെ നോക്കണം. ഈ സമയങ്ങളിൽ കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്തു പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിലും പഠന കാര്യങ്ങളിൽ ശ്രദ്ധയും ദീർഘവീക്ഷണവും കൂടുതലായിട്ടും വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. അതുകൊണ്ട് കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ജൂൺ മാസത്തിൽ. ധനപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ ധനസന്താനകാരകനായിരിക്കുന്ന ഭാഗ്യാധിപനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ വ്യയസ്ഥാനത്തെ സ്ഥിതിയും ധനസ്ഥാനത്താണെങ്കിലോ കേതുവിൻ്റേതായ സാന്നിധ്യം കാണുന്നതുകൊണ്ട് വരവിനേക്കാളും കൂടുതലായിട്ട് ചിലവ് വർധനവിന് സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം ഈ ജൂൺ മാസത്തിൽ. അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ പാഴ്ചിലവുകളെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉചിതമായിട്ടാണ് ഈ സമയത്ത് കാണുന്നത്. എന്നാലോ 7-ാം ഭാവാധിപതിയായ ശനീശ്വരനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് പൂയം നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും ഭഗവാന് കദളിപ്പഴം സമർപ്പിക്കുന്നതും താമരമുട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും നെയ്യ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും എല്ലാം വളരെ വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്.